ഹേ മച്ചാമാരെല്ലാം മച്ചാമാർക്കും ബോർഡ് ഗെയിമേഴ്സിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു VR റാങ്ക്ഡ് ഗെയിം പ്ലേ ആണ്. നമുക്ക് ലൈവിൽ വെച്ച് നമ്മുടെ ഒരു മച്ചാൻ പറഞ്ഞിട്ടുണ്ടായി 10 കിൽ പ്ലസ് ബൂയി എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണത്. വലിയൊരു കാര്യമൊന്നും അല്ല ഈ ഒരു കണ്ടൻറ്റ്. ഓക്കെ, എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ളൊരു കണ്ടൻറ്റാണ്. നമുക്ക് എന്തായാലും നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോൻ്റെ അകത്ത് റെഡിങ് കോഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം ക്ലെയിം ആക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ എൽ ഷേപ്പിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ എഴുത്തിന് ഇറങ്ങണുണ്ട്. അവൻ അങ്ങോട്ട് ഓടി കയറണുണ്ട്. അവൻ എന്തായാലും മുകളിലേക്ക് കയറി താഴത്തോട് ചേച്ചി ലൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അവനെ പയ്യന അത് കയറി വന്നിട്ട് പയ്യനെ നമുക്ക് അവനെ അടിക്കാം. AK പോയി കയ്യിലുണ്ടായത് P90 എടുത്ത് അടിക്കണോടന്ന്. എന്തോ ഓട്ടമാണ് ഓടണത്. വണ്ടാറ് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കണതാണ്. നമുക്ക് കിട്ടും എന്തായാലും. നമുക്ക് പയ്യനെ AK എടുത്തൊരു ഹീറോ വെച്ച് നോക്കാം. അതേ ഓപ്പണിൽ തന്നെ നിന്ന് നിന്നിട്ടുണ്ട്. അവൻ അടിച്ച് നോക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പയ്യനെ വലിയ അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള എൽ ഷേപ്പ് ഹൗസിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഗുണ്ട നിൽപ്പുണ്ട്. നമുക്ക് പിന്നെ പയ്യനെ എടുക്കാൻ പറ്റുമോ നോക്കാം. എനിമി മച്ചാൻ നല്ലതാണെങ്കിൽ ഡാമേജും കാര്യങ്ങളും അവന് കൊടുക്കണുണ്ട്. പക്ഷേ അവനവിടെ ചാവണില്ല. അവനെ കയറി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പൂങ്കോക്കിനും കാര്യങ്ങൾ യൂസ് ചെയ്ത് ഞാനിവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ ചെയ്ത് ഇനി നമുക്കൊന്ന് ഇതടിക്കുക. അപ്പോഴത്തേനും അവൻ എൻ്റെ ഗ്ലൂ വാളും കാര്യങ്ങളും പൊട്ടിക്കുന്നുണ്ട്. മെഡിക്കൽ അടിക്കാനുള്ള ടൈം വന്നില്ല. പിന്നെ പെട്ടെന്നൊരു തിരിഞ്ഞൊരു ഗ്ലൂ വാളിട്ട് പിന്നെയും മെഡടിക്കുമ്പോഴത്തേനും അവനവിടെ അടുത്ത ഗ്ലൂ വാളം പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അവനപ്പം തന്നെ അടിച്ച് നോക്കിട്ടിട്ട് അടുത്ത പരിപാടിക്ക് നമുക്ക് നോക്കാം. എന്തായാലും അവൻ കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും അവൻ കയറി വന്ന് നിർത്തേക്കണം. അവനവിടെ വലിഞ്ഞു പോകേണ്ട കാര്യം ഉണ്ടായുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കയറി വന്ന് നിർത്തും. പിന്നെ അവൻ്റെ ടീമേറ്റ് ഉള്ളതിൻ്റെ ഇതാണ്. പിന്നെ നമ്മുടെ ടീമേറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോപ്പി ബ്രോയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കിനി അവനങ്ങോട്ട് തീർത്ത് കയറി വന്നപ്പോഴത്തേക്കിനും നമുക്ക് മുകളിൽ നിന്ന് നല്ല അടിയിട്ടുണ്ടായി. പിന്നെ ഒരു എനിമിനെ താഴ്ത്തുണ്ട്. അവനത് അപ്പം തന്നെ അടിച്ചിട്ട് മുകളിലുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പുതിയ ക്യാരക്ടറിനൊക്കെ ഉണ്ട്. അവൻ്റെ HP ആണത്. പിന്നെ ആരോ കില്ല് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ ടീമേറ്റിനെ പൊക്കാൻ നോക്കാം. അപ്പോഴത്തേനും മറ്റേ ടീമേറ്റ് പൊക്കി വിട്ട് അപ്പോൾ വേറെ ഒരുത്തന്നെ ഇവിടെ കയറി വന്ന് ആ ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ ചെയ്ത് പിന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് HPയും കാര്യങ്ങളും കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൂങ്കോങ്ങിനൊക്കെ ഇട്ട് മെഡടിച്ച് ആ ഒരു തക്കത്തിന് നമ്മുടെ ടീമേറ്റ് ആ ഒരു കില്ലും കാര്യങ്ങളും കുമ്മിയിട്ടുണ്ട്. നല്ല രീതിയിലൊരു കുമ്മനങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് എനിമിയൊന്നും ഇല്ല. നമുക്കിവിടെ നിന്ന് വലിയ നോക്കാം. പക്ഷേ ആ റൂഫിലൊരു എനിമി ഉണ്ട്. അപ്പോഴത്തേന് പറഞ്ഞു തരുന്നേക്കുമ്പോൾ അടുത്ത് എനിമി അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവനെ അടിച്ചിടാം. ഇവനെ അടിച്ചിട്ട് ചാവല എന്തൊരു ഈക്വലാണ് P90 സീനില്ല. നമ്മൾ അവനോട് തീർത്തിട്ടുണ്ട്. വയ്യനെ അവനെ അടിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഇവിടെ നിന്ന് ലൂട്ടൊക്കെ പറക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വയ്യനെ മാറാം. ഞാനവിടെ തിരിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത എനിമിയാണെന്നുണ്ടെങ്കിൽ ഒബ്സർവേറ്റർ അവിടെ ഉള്ള മറ്റേ സംഭവമില്ലേ ആ ചാടി വന്ന സാധനത്തുമേന്ന് അടിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ടീമേറ്റാണ് നേരത്തെ വന്നേക്കണേന്ന് മനസ്സിലായി. ആ പെട്ടെന്ന് മറ്റേ HP ഓണ ക്യാരക്ടറിനെ ഇട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മൊത്തം വലിച്ചു വാരി എറിയണേണ്. ഒന്നും നോക്കണില്ല. എല്ലാം നെയ്ഡും എല്ലാം വാരി പറക്കി എറിയണേണ്. അവൻ ചാവൂല്ലേ നോക്കാം. അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ചാവൂല. ഗ്ലൂ വാളൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് പയ്യനെ കില്ലെടുക്കാൻ നോക്കാം. അപ്പോൾ തന്നെ ടീമേറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ സാധനമൊക്കെ അടിച്ചെറിച്ചെന്ന് നമ്മുടെ ഈ കില്ലാണ് ഫിനിഷ് ചെയ്ത്. അതിനിടയ്ക്ക് ഞാനൊന്ന് പയ്യനെ ചത്താർന്ന്. ഞാൻ ചത്തിട്ട് ഇപ്പോൾ എന്നെ പോപ്പി അണ്ണൻ പൊക്കി വിടണേണ്. ഞാൻ പൊക്കി വിട്ടിട്ട് ഇനി എവിടെ ഇറങ്ങും എന്നുള്ള പ്ലാനിൽ നിൽക്കണേണ്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം 1-2 കില്ലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാരാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വാരാം. നമുക്ക് എന്തായാലും 10 കില്ലാണ് നമുക്ക് എടുക്കേണ്ടത്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. എത്ര കില്ല് കിട്ടും നോക്കാം. നമുക്ക് എന്തായാലും 10 കില്ല് എങ്ങനെ വന്നാലും നമ്മൾ എടുക്കണം. ഓക്കെ, 10 കില്ല് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, നമ്മളാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെ ഇറങ്ങി ഒരുത്തനെ കണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് കുമ്മി നമ്മുടെ ടീമേറ്റ് ഇവിടെ നോക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ടീമേറ്റിനെ പൊക്കാനായിട്ട് മറ്റൊരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ നമുക്കൊന്ന് ലൂട്ട് ചെയ്യാം. പെട്ടെന്ന് അവിടെ നിന്ന് ലൂട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ എന്തെങ്കിലും അതിൻ്റെ മുകളിലൊരുത്തൻ പറന്നിറങ്ങുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഡാമേജ് കൊടുക്കാൻ നമുക്ക് ഡാമേജ് ഒന്നും കയറണില്ല. നമുക്ക് ഈ സൈഡിൽ കൂടെ എങ്ങനെ ചെന്ന് അടിക്കാൻ നോക്കി നോക്കാം. അവനെ അതിൻ്റെ മുകളിൽ കയറാനായിട്ട് ഒരു വകുപ്പില്ല. നമുക്ക് അവനെ ഇവിടെ നിന്ന് പയ്യനെ എൻ്റെ 4x സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് അവനെ നമുക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. അപ്പോൾ അതിനവനെ അടിച്ച് നല്ല ഡാമേജ് കൊടുത്ത് അവനവിടെ തന്നെ ഇടാൻ പറ്റുമോ നോക്കാം. അവന് ഇവിടെ നിന്ന് തലയിട്ട് തന്നില്ല. അവന് ഡാമേജ് കൊടുക്കണം നോക്കണുണ്ട്. പക്ഷേ അങ്ങോട്ട് കയറണില്ല. അന്നത്തിരി ചട്ടി പിടിച്ച പരിപാടിയാണ്. അവൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് പൂങ്കോ ഇങ്ങനെ കാര്യങ്ങളിട്ട് അവനെ നോക്കിടാൻ നോക്കണുണ്ട്. അപ്പോൾ അതിന് ആ ടീമേറ്റ് കുമ്മി ബാക്കിൽ കൂടെ ടീമേറ്റ് അടിച്ച് കുമ്മി. എന്തായാലും സീനൊന്നുമില്ല. നമ്മളത് കുമ്മിന്ന് ഓർത്ത് എന്ന് വെച്ചാൽ ആ ഒരു സോണിൽ വെച്ച് നമ്മൾ വെറുതെ റിസ്ക് എടുക്കണം ശരിയല്ലല്ലോ. അപ്പോൾ അതിന് പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് ഹീൽ ചെയ്യണേണ്. അവിടെ നിന്ന് ഹീലൊക്കെ ചെയ്ത് നമ്മൾ സോണിൽ കയറുന്ന വഴിക്ക് ഇതേ അങ്ങ് ലോങ്ങിലൊരു എനിമീനെ കണ്ടാ അവനെ നമുക്ക് പയ്യനെ അടിക്കാൻ നോക്കാം. അവനാണെന്നുണ്ടെങ്കിൽ ടീമേറ്റ് ആ ഗില്ലെടുത്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ കുമ്മാൻ നോക്കിയതാണ് ടീമേറ്റിൻ്റെ. പക്ഷേ നമുക്ക് ഒത്തില്ല കുമ്മന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറി മുകളിലേക്ക് വന്നപ്പോൾ അതേ ഇവിടെ നല്ല ഫൈറ്റ്. ഇവിടെ ഉമ്മാരൊക്കെ അതേ പണ്ടാറ നോക്ക്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രോസ് എക്സ് കിട്ടിയിട്ടുണ്ടായി. ഗ്രോസ് എക്സ് എന്ന് പറഞ്ഞാൽ നല്ല നോക്കാണല്ലോ. പിന്നെ ഈ സൈഡിലൊക്കെ എനിമി വന്നിട്ടുണ്ട്. ഞാൻ കാണില്ല. ഞാൻ ലോങ്ങിലുള്ളവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തവൻ കയറി വന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് പാനിക്കായി. ഈ തോക്ക് ചേഞ്ച് ചെയ്യാൻ നിന്നൊന്നുമില്ല. കിട്ടിയ തോക്കിനെ വെച്ച് അടിച്ച്. അപ്പോൾ ആ ഗ്ലൂവിൻ്റെ ബാക്കിൽ എനിമി ഉണ്ട്. പിന്നെ എനിക്ക് ഗ്രോസ് ആണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പിൻ്റെ അകത്ത് കിട്ടിയതാണ്. അപ്പോൾ ആ മറ്റേ സംഭവം ഉണ്ട്, അൺലിമിറ്റഡ് ബുള്ളറ്റാണ്. അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ സീനൊന്നുമില്ല. നമുക്ക് അടിക്കാൻ നോക്കാം മാക്സിമം എനിമീന. എന്തായാലും നമുക്ക് 10 കില്ല് എടുക്കണം. 10 കില്ല് എടുത്തില്ലെന്നുണ്ടെങ്കിൽ മൂഞ്ചി പോയി ഒരു ചലഞ്ച് ഫെയിലാവണേണ്.
നമുക്ക് എന്തായാലും നോക്കാം. നീ ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ അവിടെ അങ്ങോട്ട് കയറിപ്പോണ്ട. നേരത്തെ നമ്മൾ പൊട്ടിച്ചവനാണ്, അവൻ അങ്ങോട്ട് കയറിപ്പോണ്ടായി. നമുക്ക് പയ്യനെ അവനെ എടുക്കാൻ നോക്കാം. അവിടെ ഇവിടെയൊക്കെ നിറച്ച് എനിമിയാണ് കേസ്. നമുക്ക് പയ്യനെ അവനെ അടിച്ച് നോക്കടാ. പിന്നെ എന്തെങ്കിലും പയ്യനെ അടിച്ച് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എനിമീനെ തപ്പി പോകണം. ഇവിടെ തന്നെ ഉണ്ട് കേസ്. ഇവിടെ നല്ല ഫൈറ്റ് ഓട്ടണത്. ആ ഗ്ലൂവിൻ്റെ ബാക്കിൽ എനിമി ഉണ്ട്. നമുക്ക് ആ ഗ്ലൂ അടിച്ച് പൊട്ടിച്ചിട്ട് അവനെ അടിക്കാം. അവന്മാരെന്താണ് ഇങ്ങനെ ഗ്ലൂ ഇട്ടുകൊണ്ടിരിക്കണമെന്ന് ഓർത്ത് നിൽക്കുമ്പോഴത്തേനും ആ സോണി പെട്ടവൻ ചത്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഡാമേജ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇപ്പം തന്നെ നമുക്ക് 9 കില്ലായിട്ടുണ്ട്. ഇനി വെറും ഒരു കില്ലും കൂടി മതി. പിന്നെ ബുയ എന്തായാലും എടുക്കും. അപ്പോഴത്തേനും പറഞ്ഞു തരുന്നേക്കുമ്പോൾ ഒരു എനിമി മുമ്പിൽ ചാടി വന്ന് അവൻ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഫൈനൽ നോക്കിയിട്ട് 10 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബുയക്ക് വേണ്ടിയാണ് കളി. ഇനി എന്തായാലും ലാസ്റ്റത്തെ ഒരു എനിമി കൂടി ഉള്ളൂ. നമുക്ക് എന്തായാലും ബുയ കിട്ടുമെന്ന് ഉറപ്പായി. അപ്പോഴത്തേനും ആ ഒരു ബുയെ ഞാൻ കുമ്മിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.